ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ എല്ലാവർക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു. പിന്നെ നമ്മൾ ഒരു യാത്രയിലാണ്. നമ്മൾ മക്കളുടെ ഫോട്ടോഷൂട്ട് പരിപാടിക്ക് വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞാൽ വലിയ ഗംഭീര പരിപാടിയായിട്ടൊന്നും നമ്മൾ നടത്തുന്നില്ല. നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല രീതിയിൽ കുറച്ച് ഫോട്ടോസ് എടുക്കാം എന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ ഫോണിൽ തന്നെയാണ് കേട്ടോ ഫോട്ടോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ നമ്മളിത് അനിയൻ്റെ വണ്ടിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ തോട്ടപ്പള്ളി ബീച്ച് വെച്ചാണ് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ കുഞ്ഞാറ്റയും നാത്തൂന്മാരും അനിയനും എല്ലാവരും ഉണ്ട് കേട്ടോ, രാമനും എല്ലാവരും ഉണ്ട്. എല്ലാവരും കൂടിയാണ് പോയത്. അപ്പോൾ നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് കമ്പും ഒക്കെ വേണം. നമ്മൾ കൂടാരം പോലെയൊക്കെ സെറ്റ് ചെയ്ത് കുറേ ഫോട്ടോസൊക്കെ എടുക്കണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി കുറേ കമ്പൊക്കെ വെട്ടിയൊക്കെ കൊണ്ടാണ് നമ്മൾ ബീച്ചിലേക്ക് പോയത്. അങ്ങനെ അവിടെ വെച്ച് നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛനും ചാച്ചനും കൂടി മക്കളുടെ പുറകെ നടന്ന് വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. മക്കളാണെങ്കിൽ നല്ല ഹാപ്പിയായിരുന്നു. കാരണം നല്ല അടിപൊളിയൊരു വൈബായിരുന്നു അവിടെ. നല്ല അടിപൊളിയൊരു പുൽത്തകിടിയും ബീച്ചും അങ്ങനെ നല്ല അടിപൊളിയൊരു വൈബായിരുന്നു. അങ്ങനെ അവിടെ മക്കളത് അടിപൊളിയായിട്ട് നിരങ്ങിയും ഇതൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. നല്ല പോലെ അവർക്ക് സന്തോഷമായിരുന്നു. എന്നെ ഏറ്റവും അധികം അത്ഭുതപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ ഈ ഫോട്ടോഷൂട്ട് തീരുന്നത് വരെ അവർ കരഞ്ഞില്ല എന്നുള്ളതായിരുന്നു. കാരണം എനിക്ക് നല്ല ടെൻഷനായിരുന്നു ഇവർ കരയുമോ എന്നുള്ളത്. പക്ഷേ അവർ കരഞ്ഞൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇവരെ ചിരിപ്പിക്കാൻ നന്നായിട്ട് കഷ്ടപ്പെട്ടു. കാരണം ഇവർ എല്ലാം നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ചിരിപ്പിക്കാൻ ഇച്ചിരി കഷ്ടപ്പാടായിരുന്നു. അതുകൊണ്ട് എല്ലാവരും ഡാൻസ് കളിച്ചും കൈകൊട്ടി കളിച്ചും ഒക്കെ ഇവരെ പരമാവധി ചിരിപ്പിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും നന്നായിട്ട് കുഴഞ്ഞു. മക്കളാണെങ്കിൽ നല്ല ഹാപ്പിയായിട്ടുണ്ട്. പക്ഷെ നമ്മൾ നന്നായിട്ട് കുഴഞ്ഞ് അവശരായിട്ടാണ് വന്നത്. അപ്പം നമ്മൾ തോട്ടപ്പള്ളി തന്നെയാണ് നമ്മുടെ ഒരു നാത്തൂൻ്റെ വീട്. അപ്പം നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോയി കേട്ടോ. അപ്പോൾ അവിടെ ചേച്ചി ചായയും കഴിക്കാനുള്ളതും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ചായ പൊടിയൊക്കെ കഴിഞ്ഞു. കുറേ നേരം അവിടെ സംസാരിച്ചിരുന്നു കേട്ടോ. കാരണം എൻ്റെ ഡെലിവറി കഴിഞ്ഞ് ഞാനിപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഡെലിവറി കഴിഞ്ഞ് കുറേ നാൾ നമ്മൾ എവിടെയും പോയിട്ടില്ല. പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തും യാത്രയൊക്കെ പരമാവധി കുറവായിരുന്നു. അതുകൊണ്ട് എങ്ങോട്ടും പോയിട്ടില്ല. അപ്പോൾ ഇന്ന് അവിടെ ചെന്നപ്പോഴത്തേക്കും എല്ലാവരോടും കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു. ഈ സമയത്തൊക്കെ മക്കൾ നല്ല ഉറക്കമാണ് കേട്ടോ. കാരണം അവർ ഉച്ചയ്ക്ക് ഒരു ഉറക്കം ഉള്ളതാണ് പതിവ്. പക്ഷേ ഇന്ന് ഫോട്ടോഷൂട്ട് ആയതുകൊണ്ടായിരിക്കും അവർ ഉറങ്ങിയില്ല. അതിന് അവിടുത്തെ ക്ലൈമറ്റൊക്കെ ആയിട്ട് അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെ അവസാനം വൈകുന്നേരം ആയപ്പോഴാണ് അവരൊന്ന് കിടന്നുറങ്ങിയത്. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മളിത് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അവരോടെല്ലാം ടാറ്റ ബൈയൊക്കെ പറഞ്ഞ് നമ്മളിനി വീട്ടിലേക്ക് പോവുകയാണ്. നമ്മുടെ അവിടെ നാത്തൂനും മോനും വരുന്നുണ്ട് കേട്ടോ. അവരിനി ബസ് സ്റ്റോപ്പിലാക്കിയിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. ചേച്ചിയുടെ മൂത്തമ്മ ചേച്ചിയുടെ വണ്ടി കൊണ്ടുപോയതുകൊണ്ട് ചേച്ചി ബസ്സിന് തിരിച്ച് പോകാമെന്ന് പ്ലാനിട്ടേക്കുക. അങ്ങനെ അവരതേ ബസ് സ്റ്റോപ്പിലൊക്കെ കൊണ്ടാക്കി അവരോട് ടാറ്റ ബൈയൊക്കെ പറഞ്ഞ് നമ്മളിതേ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഇനി പോകുന്ന വഴിക്ക് അനിയത്തിയുടെ വീട്ടിലും കൂടി ഒന്ന് കയറി അവിടെ കുഞ്ഞമ്മേനെയും കൂടി വിളിക്കണം. കാരണം കുഞ്ഞമ്മ നമ്മളവിടെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. അതുമല്ല ചേട്ടൻ്റെ വണ്ടി അനിയത്തിയുടെ വീട്ടിൻ്റെ അവിടെ വെച്ചിരിക്കുകയാണ്. അനിയനുമായിട്ട് വന്നതുകൊണ്ട് വണ്ടി അവിടെ വെച്ചു. അങ്ങനെ ചേട്ടനെ അവിടെ ഇറക്കി വണ്ടിയും എടുക്കണം, കുഞ്ഞമ്മയും കയറ്റണം. അപ്പോൾ അതിന് വേണ്ടി നമ്മളിതേ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തായാലും ചെന്നപ്പോൾ തന്നെ കുഞ്ഞമ്മ റോഡ് സൈഡിൽ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ കുഞ്ഞമ്മയും കയറ്റി ചേട്ടനെ അവിടെ ഇറക്കി ഞങ്ങളിതേ തിരിച്ച് വീട്ടിലേക്ക് പോകുകയാണ് വീണ്ടും. മക്കൾ ഈ സമയത്ത് ഉണർന്ന് നന്നായിട്ട് കളിച്ചിരിച്ചിരിപ്പുണ്ടായിരുന്നു. വണ്ടി കയറി കഴിഞ്ഞാൽ ലക്കിക്ക് ഫ്രണ്ടിൽ തന്നെ ഇരിക്കണം കേട്ടോ. കാരണം അവന് വണ്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൈസായിട്ടിരിക്കും. ഇപ്പം കുഞ്ഞമ്മ വന്നപ്പോഴത്തേക്കും കുഞ്ഞമ്മയുടെ കയ്യിലോട്ട് കയറിയിട്ടുണ്ട്. കാരണം അച്ഛൻ ഇനി വണ്ടി എടുക്കാനായിട്ട് പോവുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞമ്മയുടെ കയ്യിലോട്ട് കയറിയിട്ടുണ്ട്. അങ്ങനെ അച്ഛനോടും ടാറ്റ ബൈയൊക്കെ പറഞ്ഞ് നമ്മൾ വീണ്ടും നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ വീട്ടിലോട്ട് ചെന്നപ്പോൾ തന്നെ അമ്മ അവിടെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. കാരണം ഇത്ര നേരമൊന്നും അമ്മ മക്കളെ പിരിഞ്ഞിരുന്നിട്ടില്ല. ഇനി ഞങ്ങൾ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകുമ്പോഴത്തേക്ക് എന്താകുമെന്ന് അറിയത്തില്ല. അങ്ങനെ കാരണം ഇത്രയും പിരിഞ്ഞിരുന്നപ്പോൾ വിഷമിച്ച് കാത്തങ്ങ് നിൽക്കുമായിരുന്നു. അങ്ങനെ ചെന്നപ്പോൾ തന്നെ ലക്കീനെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിത് കൊണ്ടുപോയ സാധനങ്ങളൊക്കെ ഇനി ഇറക്കുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക്. പോയപ്പോഴും ഒരു ലോഡ് സാധനങ്ങളുമായിട്ട് പോയി. തിരിച്ച് വന്നപ്പോഴും ഈ സാധനങ്ങളെല്ലാം ഇറക്കണമല്ലോ. കസേരയും എല്ലാമായിട്ട് നമ്മൾ സ്വന്തമായിട്ട് ഫോട്ടോ എടുക്കുന്നതുകൊണ്ട് നമ്മൾ ഓരോ സാധനങ്ങൾ കൊണ്ടുപോകണം. പിന്നെ കുട്ടികൾക്ക് 3-4 ഡ്രസ്സ് മാറിയിടുന്നുണ്ടായിരുന്നു. ആ ഡ്രസ്സുകളും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം തിരിച്ചെടുത്ത് നമ്മൾ ഹാപ്പി ആയിട്ട് വീട്ടിൽ വന്നിറങ്ങിയിട്ടുണ്ട്. ഇനി ആ ഫോട്ടോസൊക്കെ കിട്ടിക്കഴിയുമ്പോഴേ മനസ്സിനൊരു സന്തോഷമാകത്തുള്ളൂ. കാരണം നല്ല രീതിയിൽ അവർ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ അതൊക്കെ എങ്ങനെ ഉണ്ടെന്ന് ഇനി കണ്ടു തന്നെ അറിയണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.